കിറ്റ് കൊണ്ട് തുടർഭരണം ഉറപ്പാക്കിയപ്പോൾ ക്ഷേമ പെൻഷൻ കൊണ്ട് മൂന്നാമതും ജനങ്ങളുടെ മേൽ കുതിര കയറാമെന്ന വ്യാമോഹത്തോടെ വന്ന ഇടതുപക്ഷത്തിന് ജനങ്ങൾ 8-ന്റെയോ 18-ന്റെയോ ഒക്കെ പണി കൊടുത്തു എന്ന് വേണം പറയാൻ. ക്ഷേമ പെൻഷൻ ഒരു ഗഡു കിട്ടിയാൽ അതിന് നന്ദി കാണിക്കും ജനങ്ങൾ എന്ന ചിന്ത വെച്ച് പുലർത്തിയതായിരുന്നു ഇടതുപക്ഷ നേതാക്കൾ. ആ ചിന്ത ഉള്ളിലിരുന്നത് കൊണ്ടായിരുന്നു എം മണി ജനങ്ങളെ നക്കികൾ എന്ന് വിളിച്ചതും. ആളുകൾ കണ്ടത് കണ്ടായിട്ടല്ല, ഇതെല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി സാമ്പാട് എന്നിട്ട് ഏതോ തക്കതായ ഭംഗിയായി സാമ്പാട് അടിച്ചിട്ടാണ് ജനങ്ങൾ നന്ദികേട് കാണിച്ചതാണോ? പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനം, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്ക് വെച്ചവും എണ്ണി തോന്നുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങി നന്നായി തിന്നിട്ട് നന്ദി കടി കാണിച്ചു എന്ന് മണി പറയുമ്പോൾ അത് ജനങ്ങളെ നക്കികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ക്ഷേമ പെൻഷൻ ആരുടെയെങ്കിലും ഔദാര്യമാണെന്ന് ഏതെങ്കിലും പരനാരിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, ഒരു നേതാവിന്റെയും അച്ചുവീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അവിടെ തന്തമാരുടെ വകയോ അല്ല ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ. മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റിന് സുസ്ഥിരമായി ഭരിക്കാൻ ഖജനാവിലേക്ക് നൽകുന്ന നികുതി പണത്തിന്റെ ചെറിയൊരു വിഹിതം മാത്രമാണ് ക്ഷേമ പെൻഷൻ. സത്യത്തിൽ ജനങ്ങൾ നൽകുന്ന ഭിക്ഷ കൊണ്ടാണ് നേതാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രഭുക്കളും സുഖലോലുപരായി കഴിയുന്നത്. എന്നിട്ടും കുതിര കയറുന്നത് ജനങ്ങളുടെ നേരെയാണ്. ആ കുതിരകയറ്റത്തിനുള്ള മറുപടിയാണ് ജനങ്ങൾ നൽകിയത്. പാർട്ടി ഇത്രയൊക്കെ തലതല്ലി താഴെ വീണിട്ടും എം മണി തോൽവിയിൽ കിതച്ച് വോട്ടർമാരെ നക്കികൾ എന്ന് വിളിച്ചിട്ടും അവസരവാദിയായ ജലീൽ മണിയുടെ വാഴ്ത്തുപാട്ട് ഏറ്റുപാടിയിട്ടും ഗോവിന്ദ സഖാവ് പറയുന്നു പാർട്ടി ഇപ്പോഴും പൂർവാധികം ശക്തിയിലാണെന്ന്. മാത്രമല്ല അതേ നാവ് കൊണ്ട് അദ്ദേഹം തന്നെ തിരിച്ചു പറയുന്നു വീഴ്ച ഞങ്ങൾ പരിശോധിക്കുമെന്നും. മതിഭ്രമമായിരിക്കാം, അല്ലാതെ എന്തു പറയാൻ. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഗോവിന്ദൻ സഖാവിന്റെ ചുണ്ടിൽ മുമ്പ് കാണാറുള്ള ആ പഴയ പരിഹാസച്ചിരി അത് കാണുന്നില്ല. തോൽവി കൊണ്ട് കലിപൂണ്ടൊരു സഖാക്കളുടെ കൂട്ടം വടിവാളുമായി ഇറങ്ങിയിട്ടുണ്ട്. ചെങ്കുടി തലയിൽ കെട്ടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാറിക്കോണം, പിന്നിൽ വടിവാളുണ്ടാകും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.